രേണു സുധിയുടെ ജീവിതം സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും ഒരുപോലെ ഇഴചേർന്ന് കിടക്കുന്ന ഒരു തുറന്ന പുസ്തകമാണ്. ഭർത്താവായ സുധി പറവൂരിന്റെ അപ്രതീക്ഷിത വിയോഗത്തിലൂടെ തീരാ ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് വീണുപോയ ഒരു സ്ത്രീ. ആ ദുരന്തത്തിൽ നിന്നും സ്വന്തം മനക്കരുത്തും ആത്മവിശ്വാസവും കൊണ്ട് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ കഥ കൂടിയാണ് രേണുവിന്റെ ജീവിതം. അടുത്തിടെ ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജീവിതത്തിലെ നിർണായകമായ പല ഘട്ടങ്ങളെക്കുറിച്ചും രേണു മനസ്സ് തുറന്ന് സംസാരിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സ്പ്രേ വീഡിയോയെക്കുറിച്ചും സുഹൃത്ത് ലക്ഷ്മി നക്ഷത്രയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും ബിഗ് ബോസ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകളോടുള്ള തന്റെ നിലപാടുകളെക്കുറിച്ചും അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പൊതുസമൂഹത്തിന്റെ മുൻവിധികളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള രേണുവിന്റെ വാക്കുകളെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ അവയെ കേവലം പ്രതികരണങ്ങൾ മാത്രമായി കാണാൻ കഴിയില്ല. ഓരോ വാക്കിനും പിന്നിൽ ആഴമായൊരു വൈകാരിക തലവും ജീവിതാനുഭവങ്ങളുടെ കരുത്തുമുണ്ട്. ഈ അഭിമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലക്ഷ്മി നക്ഷത്രയുടെ സ്പ്രേ വീഡിയോയെക്കുറിച്ചുള്ള രേണുവിന്റെ വിശദീകരണമാണ്. താൻ പറഞ്ഞതുകൊണ്ടാണ് ലക്ഷ്മി ആ വീഡിയോ ചെയ്തതെന്ന് രേണു തുറന്നു പറഞ്ഞു. ഈ ഒറ്റ വാക്കിൽ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു മറുപടി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മണമുള്ള ഒരു സ്പ്രേ എന്ന ആശയം നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വികാരമാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യണമെന്ന് താൻ ലക്ഷ്മിയോട് നിർദ്ദേശിച്ചതെന്ന് രേണു പറയുന്നു. ഇവിടെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെക്കാൾ വലുത് ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു വൈകാരിക ശ്രമമാണ്. എനിക്ക് എന്റേതായ ശരികളും ന്യായങ്ങളുമുണ്ട്. അത് മറ്റുള്ളവർക്ക് തെറ്റായി തോന്നിയേക്കാം എന്ന രേണുവിന്റെ വാക്കുകൾ പൊതുജന വിമർശനങ്ങൾക്ക് മുന്നിൽ ഒട്ടും പതറാതെ സ്വന്തം ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. ലക്ഷ്മിയും രേണുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. സുധിച്ചേട്ടന്റെ മരണശേഷം 1 വർഷത്തോളം എല്ലാ മാസവും ലക്ഷ്മി ഒരു തുക രേണുവിനും കുടുംബത്തിനും നൽകിയിരുന്നുവെന്ന വെളിപ്പെടുത്തൽ ഒരുപാട് പേരുടെ കണ്ണു നിറയ്ക്കുന്നതാണ്. ആത്മാർത്ഥമായ സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ തരുന്നത് എന്ന രേണുവിന്റെ വാക്ക് അവർ തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദത്തിനപ്പുറം ഒരു കുടുംബ ബന്ധം പോലെയാണെന്ന് തെളിയിക്കുന്നുണ്ട്. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ 1 രൂപ പോലും ചോദിക്കാതെ ഒരു മടിയും കൂടാതെ 1 വർഷത്തോളം എല്ലാ മാസവും ഒരു തുക നൽകുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. സ്റ്റാർ മാജിക് എന്ന പരിപാടി അവസാനിക്കുമ്പോൾ ആ സാമ്പത്തിക സഹായം നിന്നുവെങ്കിലും അപ്പോഴേക്കും സ്വന്തം കാലിൽ നിൽക്കാൻ തനിക്ക് സാധിച്ചിരുന്നുവെന്നും രേണു പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് സ്പ്രേ വീഡിയോയിലൂടെ പണം കിട്ടിയാൽ എന്താണ് പ്രശ്നമെന്ന് രേണു ചോദിക്കുന്നത് ഈ പശ്ചാത്തലത്തിലുമാണ്. സാമ്പത്തികമായി ഏറ്റവും ദുരിതം അനുഭവിച്ച സമയത്ത് ഒരു സുഹൃത്ത് നൽകിയ കൈത്താങ്ങിനോടുള്ള ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവുമാണ് രേണുവിന്റെ വാക്കുകളിൽ. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള തന്റെ ഇടവും ആത്മവിശ്വാസവുമാണ് രേണുവിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ബിഗ് ബോസ് പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്താനുള്ള തന്റെ ആഗ്രഹം രേണു മറച്ചു വെക്കുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ പലർക്കും താല്പര്യം കാണും. അത്തരമൊരു താല്പര്യം എനിക്കുമുണ്ട് എന്ന് രേണു തുറന്ന് പറയുന്നുമുണ്ട്. എന്നാൽ അതിനുവേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ ഒന്നും നടത്തുന്നില്ല എന്നും ആദ്യം അവർ വിളിക്കട്ടെ എന്നും പറയുന്ന രേണുവിന്റെ നിലപാട് ലക്ഷ്യബോധവും യാഥാർത്ഥ്യബോധവും ഒരുപോലെ ചേർന്നതാണ്. മത്സരത്തിനിടയിൽ ആരെങ്കിലും ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചാൽ പേടിച്ചു പോകുന്ന വ്യക്തിയല്ല താനെന്നുള്ള രേണുവിന്റെ ആത്മവിശ്വാസം ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളിൽ നിന്നും നേടിയെടുത്ത കരുത്തിന്റെ പ്രതിഫലനമാണ്. നേരെ വാ നേരെ പോ എന്ന തന്റെ നിലപാട് അഭിനയിക്കാതെ സ്വന്തം സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവരുടെ ധൈര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് ലോകത്തേക്കുള്ള തന്റെ കടന്നുവരവിനെ കുറിച്ചും രേണു മനസ്സ് തുറന്നു. വീട്ടിലിരുന്ന് സാധാരണ റീൽസ് ചെയ്തിരുന്ന തന്നെ ഒരു പ്രൊഫഷണൽ റീൽസ് രംഗത്തേക്ക് എത്തിച്ചത് കോഴിക്കോടുള്ള ദാസേട്ടനാണെന്ന് രേണു നന്ദിയോടെ ഓർക്കുന്നു. എന്നാൽ ഒരു വൈറൽ വീഡിയോയ്ക്ക് ശേഷം ജീവിതം മാറിമറിഞ്ഞപ്പോൾ അതിന്റെ നല്ല വശങ്ങൾക്കൊപ്പം മോശം വശങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നു. സമൂഹത്തിൽ നിന്നും വന്ന വൾഗറായിട്ടുള്ള കമന്റുകൾ തന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പ്ലാറ്റ്ഫോം ഏതായാലും ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ട്. എന്നാൽ അതിന്റെ അതിർവരമ്പുകൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ട്. രേണു സുധിയുടെ ഈ അഭിമുഖം ഒരാളുടെ ജീവിതത്തെ പൊതുസമൂഹം എങ്ങനെയാണ് കാണുന്നതെന്നും അതിൽ നിന്നും ആ വ്യക്തി എങ്ങനെയാണ് വ്യത്യസ്തനായി നിലകൊള്ളുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്. സുധിയുടെ ഭാര്യ എന്നതിനപ്പുറം സ്വന്തം വ്യക്തിത്വമുള്ള നിലപാടുകളുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് താനെന്ന് രേണു ഈ അഭിമുഖത്തിലൂടെ തെളിയിച്ചു. ഇത് കേവലം ഒരു അഭിമുഖമല്ല, മറിച്ച് ആഴമായ വേദനയുടെയും അചഞ്ചലമായ സൗഹൃദത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെയും ശക്തമായ നിലപാടുകളുടെയും ഒരു തുറന്ന പറച്ചിലാണ്.